എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL അവസാനിച്ചതിന് തൊട്ടുപിന്നാലെ ഇന്ത്യൻ ടെസ്റ്റ് ടീം ഇംഗ്ലണ്ട് പര്യടനത്തിനെത്തിയിരിക്കുകയാണ്. 5 ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യക്ക് ഇംഗ്ലണ്ടിൽ കളിക്കേണ്ടത്. ഇതിനു മുന്നോടിയായി ഇന്ത്യ ടീമും ഇംഗ്ലണ്ട് ലയൺസും തമ്മിൽ പരിശീലന മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യ പ്രാക്ടീസ് മത്സരത്തിൽ IPL കാരണം പന്തിനും ഗില്ലിനും KL രാഹുലിനും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ IPL അവസാനിച്ചതോടെ ഈ 3 കളിക്കാരും ഇംഗ്ലണ്ട് പര്യടനത്തിനെത്തുകയും ഇംഗ്ലണ്ട് ലയൺസും ഇന്ത്യ ടീമും തമ്മിലുള്ള രണ്ടാം അനൗദ്യോഗിക ടെസ്റ്റ് മത്സരം കളിക്കുകയും ചെയ്തു. ഇന്ത്യൻ താരങ്ങൾ ഇംഗ്ലണ്ട് ലയൺസ് ബൌളർമാരെ പൂർണ്ണമായി കീഴടക്കുകയായിരുന്നു. മത്സരത്തിന്റെ ആരംഭത്തിൽ ഓപ്പണിംഗിനിറങ്ങിയ KL രാഹുലും ശുഭ്മാൻ ഗില്ലും അഗ്നി പരീക്ഷയ്ക്കെതിരെ കുത്തിനിന്നു. രാഹുലിന്റെ ബാറ്റ് ഉടൻ വെടിയൊലിപ്പിച്ചു. ക്രീസിലിറങ്ങിയ ഉടനെ ബൗണ്ടറി നേടി തന്റെ അതിക്രമശൈലി പ്രഖ്യാപിച്ചു. ഗില്ലും ഒപ്പം ചേർന്ന് നൂറുമേനി ബാറ്റിംഗ് തന്ത്രത്തിൽ പങ്കാളിയായി. സിംഗിളുകൾക്കും ഡബിളുകൾക്കും തിരിഞ്ഞില്ല, ബൗണ്ടറികളിൽ മാത്രമാണ് ഇരുവരും മുന്നേറിയത്. രാഹുലിന്റെ പ്രകടനം അത്രയധികം ഭീകരമായിരുന്നു. ടെസ്റ്റ് മത്സരത്തെ T20 ആക്കി മാറ്റി ഒരു ഓവറിൽ 4 ബൗണ്ടറികൾ നേടി ലോക ശ്രദ്ധ സ്വന്തമാക്കി. വെറും 27 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ രാഹുലിന്റെ ബാറ്റ് ആ പിന്മൊഴിക്ക് ശേഷവും കഠിനമായി ചലിച്ചു. ഇത് പോരെങ്കിൽ ഗില്ലും താൻ പിന്നിലല്ലെന്ന് തെളിയിച്ചു. 35 പന്തുകളിൽ മിഡ് വിക്കറ്റിലൂടെ പറക്കുന്ന 6ഓടെ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. പക്ഷേ വലിയ ഷോട്ടിന് ശ്രമിച്ചപ്പോഴാണ് റിയാൻ അഹമ്മദിന്റെ പന്തിൽ ഗിൽ ക്യാച്ചായി പുറത്താവുന്നത്. പിന്നീട് ക്രീസിലേക്കെത്തിയത് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത് ആയിരുന്നു. ഗില്ലിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന്റെ സമ്മർദ്ദം പന്തിന്റെ മുഖത്ത് ഒന്നും കാണാനായില്ല. തുടക്കത്തിൽ കുറച്ച് പന്തുകൾ നിശ്ചലതയോടെ കളിച്ചെങ്കിലും കുറേ നേരം ക്രീസിൽ ഉറച്ചതോടെ തന്റെ പവർ ഹിറ്റിംഗ് ശൈലി പുറത്തെടുക്കാൻ അദ്ദേഹം തുടങ്ങിയിരുന്നു. രാഹുലിന്റെ പിന്തുണയോടെ സ്ഥിരമായി സ്ട്രൈക്ക് കൈമാറിയപ്പോൾ പന്ത് വെറും 22 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി. മത്സരം പുരോഗമിക്കുമ്പോൾ ഇരുവരുടെയും തകർപ്പൻ ബാറ്റിംഗ് തുടരുകയും രാഹുലിന്റെ സെഞ്ചുറി പൂർണ്ണമായി ചരിത്രത്തിലേക്ക് കടക്കുകയും ചെയ്തു. 3 ബാറ്റർമാരുടെയും കനത്ത പ്രകടനത്തിന്റെ ബലത്തിൽ ഇന്ത്യ ടീം ആദ്യ ഇന്നിംഗ്സിൽ 598 റൺസ് എന്ന കൂറ്റൻ സ്കോർ നേടിയതോടെ ഇംഗ്ലണ്ട് ലയൺസ് ബൌളർമാർ പൂർണ്ണമായി പിന്മാറുന്ന തരത്തിലായി. ഇന്ത്യൻ താരങ്ങൾക്കൊപ്പമുള്ള ഈ അനൗദ്യോഗിക മത്സരത്തിൽ ശുഭ്മാൻ ഗിൽ, KL രാഹുലും ഋഷഭ് പന്തും ഇംഗ്ലീഷ് ബൌളർമാരെ കണക്കില്ലാതെ തകർത്തു. ഈ പ്രകടനം ഇംഗ്ലണ്ട് സീനിയർ ടീമിനും മുന്നറിയിപ്പാണ് എന്ന് തന്നെ പറയാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.